Hi KEAM aspirants. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. The value of alpha for which the complex number 2 minus alpha I by alpha minus I is purely imaginary. Purely imaginary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിയൽ പാർട്ട് 0 ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പർ എപ്പോഴും പ്യുവർലി ഇമാജിനറി എന്ന് പറയാം. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൽഫൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ അത് ആദ്യം തന്നിട്ടുള്ളത് കറക്റ്റ് A+IB ഫോമിലല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം അതിനെ A+IB ഫോമിൽ മാറ്റാൻ വേണ്ടിയിട്ട് താഴെ എന്താണുള്ളത് ആൽഫ മൈനസ് ഐ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ താഴെ നിങ്ങൾക്ക് ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് കിട്ടും. മുകളിൽ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആൽഫ 2 ഇൻറ്റു ഐ 2i എന്ന് വരും. മൈനസ് ആൽഫ ഐ ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് ആൽഫ സ്ക്വയർ ഐ എന്ന് വരും. പിന്നെ ഇത് മൈനസ് ആൽഫ ഐ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ അല്ലേ. അപ്പം മൈനസ് ആൽഫ ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1. അപ്പോൾ ദാ ഇൻറ്റു -1 എന്ന് പറഞ്ഞു വരും. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1. ഇത് A-B ഇൻറ്റു A+B ആണ്. A² - B² എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ ഇത് മൈനസ് കൂടി പ്ലസ് ആയി പോകും. അപ്പോൾ 2 ആൽഫ ഇത് പ്ലസ് ആൽഫ ആവും. അപ്പോൾ 2 ആൽഫ പ്ലസ് ആൽഫ 3 ആൽഫ എന്ന് കിട്ടും. ആൻഡ് ഇവിടെ വരുന്നത് ഐ കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. റെഡി? നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ കോംപ്ലക്സ് നമ്പർ പ്യുവർലി ഇമാജിനറി ആണെങ്കിൽ ഇതിൻ്റെ റിയൽ പാർട്ട് 0 ആയിരിക്കും. അപ്പോൾ നമ്മളിതെങ്ങനെ എഴുതുക എന്നറിയോ? റിയൽ പാർട്ടായിട്ട് 3 ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 2 പ്ലസ് ഐ ഇൻറ്റു 2 മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ബൈ 2. ഇങ്ങനെയാണ് ആക്ച്വലി കോംപ്ലക്സ് നമ്പർ എഴുതുക. അതായത് പ്യുവർലി ഇമാജിനറി ആയതുകൊണ്ട് ഈ റിയൽ പാർട്ട് 0 ആയിരിക്കും. അപ്പോൾ 3 ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. ഇത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 3 ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഒബ്വിയസ്ലി 0 ആയിരിക്കും കിട്ടുക. അതായത് ഇത് പ്യുവർലി റിയൽ ആണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൽ ആൽഫയുടെ വാല്യൂ ഇത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് സ്പീഡിൽ ആൻസർ ചെയ്യുക. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താവുന്നതാണ് കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല, ഈസിയാണ്, ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിഗ്മ n ഈക്വൽ ടു 1 to 2025 I raised to n 1 plus i എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളിത് എഴുതുന്ന സമയത്ത് തന്നെ സിഗ്മ n is equal to 1 to 2025 I raised to n 1 plus i എന്നാ. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെയല്ലേ വരിക? 1 plus i ഇൻറ്റു ഐ പ്ലസ് 1 plus i റൈസ് ടു n അല്ലേ. അപ്പോൾ ഐ സ്ക്വയർ ഇങ്ങനെ പോയി 1 plus i റൈസ് ടു 2025 എന്ന് പറഞ്ഞു വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1 plus i കോമൺ എടുക്കുക. 1 plus i കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം എല്ലായിടത്തും 1 plus i വരും, പിന്നെ വരിക i പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ റൈസ് ടു 3 പ്ലസ് അങ്ങനെ പോയി ഐ റൈസ് ടു 2025 വരെയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ റൈസ് ടു 3 പ്ലസ് ഐ റൈസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഐ പ്ലസ് ഐ റൈസ് ടു 4k പ്ലസ് 1 പ്ലസ് ഐ റൈസ് ടു 4k പ്ലസ് 2 പ്ലസ് ഐ റൈസ് ടു 4k പ്ലസ് 3 ആൻഡ് ഇത് ഐ റൈസ് ടു 4k വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ആദ്യത്തെ 4 സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറിൽ 1 2 3 4 വന്നിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും. അങ്ങനെ 4 വീതമുള്ളതിൻ്റെ സമ്മ് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഐ റൈസ് ടു 2000 4നെ മൾട്ടിപ്ലൈ 2020 4നെ മൾട്ടിപ്ലൈ 2024 വരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? 0 ആയിരിക്കും. അപ്പോൾ ഈ 2025ൻ്റെത് ഈ 2024 വരെ ഉള്ളതിൻ്റെ സമ്മ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2025ൻ്റെത് മാത്രം എഴുതിയാൽ മതി. സോ അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ വരിക 1 plus ഐ റൈസ് ടു 2025 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ 2024 അതിനോട് ഒന്ന് കൂട്ടുന്നതാണ്. 4k പ്ലസ് 1 ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ അത് എഴുതുക എങ്ങനെയാടാ? 4k പ്ലസ് 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ നോക്ക്, ക്രോസിൽ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു ഐ പ്ലസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ അതാ നോക്കിയേ ഐ പ്ലസ് -1 എന്നാണ് വരിക. അതായത് i -1 ആയിരിക്കും ആക്ച്വലി എന്ത് നിങ്ങളുടെ ആൻസർ. i -1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. i -1 ഉണ്ട്. -1 പ്ലസ് ഐ ആണെങ്കിലും ആൻസർ കറക്റ്റ് ആയിരുന്നു. -1 പ്ലസ് ഐ ആണെങ്കിലും ആൻസർ കറക്റ്റാണ്. -1 പ്ലസ് ഐ ആണെങ്കിൽ കറക്റ്റാണ്, പക്ഷേ ഇത് -i പ്ലസ് 1 ആണ്. സോ i -1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഗോട്ട് ഇറ്റ്? അടുത്ത ദിവസം നോക്ക്. z equal to x plus y where y greater than 0
ഓക്കെ, സെഡ് പ്ലസ് സെഡ് ബാർ 6 ആണ്, മോഡ് സെഡ് പ്ലസ് സെഡ് ബാർ 10 ആണ്, സെഡ് എന്ത്? ഓക്കെ, നിങ്ങൾ ഈ സെഡ് പ്ലസ് സെഡ് ബാർ 6 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ, ഈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈയും പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈയും, ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 6 കിട്ടുക. ഇവിടെ നിന്ന് തന്നെ ഈ ഐ വൈ മൈനസ് ഐ വൈ ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ 2x 6 ആണെന്നും എക്സ് 3 ആണെന്നും നമുക്ക് ആൻസറിൽ കിട്ടും. റെഡി? ഇനി അടുത്ത ചോദ്യം നോക്കേ, മോഡ് സെഡ് പ്ലസ് മോഡ് സെഡ് ബാർ 10 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് ഇതാ നോക്ക്, മോഡ് സെഡ് പ്ലസ് മോഡ് സെഡ് ബാർ ഈസ് ഈക്വൽ ടു 10. ഈ മോഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, പ്ലസ് മോഡ് സെഡ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് ബാർ, സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് ബാർ എന്താടാ, സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ആ. അത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റിൻ്റെയും ആ കോംപ്ലക്സ് നമ്പറിൻ്റെയും മോഡുലസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതുക, എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതുക, പക്ഷേ രണ്ടും സെയിമാണ് 10. സോ എക്സിന് പകരം നിങ്ങൾക്ക് 3 കൊടുക്കാം. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാ പ്ലസ് ഇതും അതേപോലെ തന്നെ 3 സ്ക്വയർ പ്ലസ് മൈനസ് വൈൻ്റെ സ്ക്വയർ എടുത്താലും വൈയുടെ സ്ക്വയർ എടുത്താലും സെയിമാണ്. റെഡി? അപ്പോൾ 2 എണ്ണം വന്നില്ലേ. അപ്പോൾ അതാ 2 ഇൻറ്റു റൂട്ട് ഓഫ് 9 പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും, അതാണ് 10. അപ്പോൾ റൂട്ട് 9 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10/2 5 ആണെന്ന് കിട്ടും. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ 9 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൾ ടു 25 എന്ന് കിട്ടും. വൈ സ്ക്വയർ ഈക്വൾ ടു 25 മൈനസ് 9, അതായത് വൈ ഈക്വൾ ടു റൂട്ട് 16 വിച്ച് ഈസ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ വൈക്കായിട്ട് എടുക്കേണ്ടത് ഏത് മാത്രമാണ്? 4 ആണ്, ബിക്കോസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് ചോദിച്ചത് ആ കോംപ്ലക്സ് നമ്പർ എന്തെന്നല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എക്സ് 3, വൈയുടെ വാല്യൂ 4. അപ്പോൾ അതാ 3 പ്ലസ് ഐ 4 അല്ലെങ്കിൽ 4i. നോക്ക്, 3 പ്ലസ് 4i, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഓൾ റൈസ് ടു 75 മൈനസ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഓൾ റൈസ് ടു 75. നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഈ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐൻ്റെ ഒക്കെ നിങ്ങൾ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് താഴെയുള്ളതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാട്ടോ. താഴെ വരിക 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന, മുകളിൽ വരിക 1 ഇൻറ്റു 1 1 ആണ്. ഓക്കെ, അത് പ്രശ്നമില്ല. സോറി, 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ അല്ലേ, 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. ഇതൊക്കെ സിമ്പിളായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. 1 പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ എന്ന വരിക. താഴെ ഐ സ്ക്വയർ മൈനസ് 1, അപ്പോൾ 1 മൈനസ് -1 1 പ്ലസ് 1 2 എന്ന് വരും. ഐ സ്ക്വയർ -1 ആയതുകൊണ്ട് 1ഉം ഐ സ്ക്വയറും കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ വരിക ഐ മാത്രം. ഓക്കെ, ഇതിൻ്റെത് ഐ ആണെങ്കിൽ മറ്റേതിൻ്റെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കേ, മുകളിൽ 1 മൈനസ് ഐ ഹോൾ സ്ക്വയറാണ് വരിക. 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്ന് വരും. താഴെ 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് തന്നെ വരും. അതായത് മറ്റേത് നേരത്തെ പറഞ്ഞതുപോലെ താഴെ 2 അല്ലേ, 1 സ്ക്വയർ 1 മൈനസ് ഐ സ്ക്വയർ -1 1 പ്ലസ് 1 2 കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 മൈനസ് 2i ഓക്കെ ആണ് പ്ലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ 1ഉം ഐ സ്ക്വയറും 1ഉം -1ഉം ക്യാൻസലായി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെത് കിട്ടുക മൈനസ് ഐ ആണ്. ഡിഫറൻസ് മനസ്സിലായോ? 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ, കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ പ്ലസ് താഴെ മൈനസും ആണെങ്കിൽ 1ഉം ഐയും വരുന്ന സമയത്ത് കേട്ടോ, റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും 1 ആൻഡ് അത് അതിൻ്റെ കോൺജുഗേറ്റ് താഴെ ആണെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ആണെങ്കിൽ ഐ, 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ആണെങ്കിൽ മൈനസ് ഐ. അങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ എത്താം. ഇതൊക്കെ അതായത് ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 1 പ്ലസ് ഐയും 1 മൈനസ് ഐ ഒക്കെ നിങ്ങൾ സാധാ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സോ നോക്ക്, ഇതിന് പകരം ആക്ച്വലി നമുക്ക് ഐ റൈസ് ടു 75 കൊടുക്കാം, മൈനസ് അതിന് പകരം മൈനസ് ഐ റൈസ് ടു 75 കൊടുക്കാം. നെഗറ്റീവിൻ്റെ പവറിൽ ആക്ച്വലി -1ൻ്റെ പവറിൽ ഓട് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാണ് ആൻസർ എന്തായാലും വരിക. അപ്പോൾ ആക്ച്വലി ഐ റൈസ് ടു 75 മൈനസ് ഈ -1 റൈസ് ടു 75 വരും. അതെന്തായാലും പുറത്തൊരു മൈനസ് ഉണ്ടാവും. -1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ വരിക. പിന്നെ നിങ്ങൾക്കത് ഐ റൈസ് ടു 75 എന്ന് പറഞ്ഞ് തന്നെ എഴുതാം. അപ്പോൾ രണ്ടും സെയിം ആയി, മൈനസും പ്ലസ്സും ആയി. അതായത് 2 ഇൻറ്റു ഐ റൈസ് ടു 75 ആണ്. ഐ റൈസ് ടു 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ, 4ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ 80ൻ്റെ താഴെ 76 72 വരിക. അപ്പോൾ 72 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് 4k പ്ലസ് 72 75ലേക്ക് എത്തണം, 3 കൂട്ടണം അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഐ റൈസ് ടു 4k പ്ലസ് 3 ആണെങ്കിൽ മൈനസ് ഐ ആണ്. അപ്പോൾ ഇതാ -2i, ഇതാണ് നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ. പക്ഷേ ചോദ്യം അതല്ല, മോഡുലസ് അല്ലേ. അപ്പോൾ മോഡുലസ് ആണെങ്കിൽ 0 പ്ലസ് -2i എന്ന് എഴുതിക്കോ. മോഡുലസ് ആണെങ്കിൽ ഇതിൻ്റെ മോഡുലസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ
ഇമേജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ. മറ്റേത് 0 ആണെങ്കിൽ 0 ആഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. 0² പ്ലസ് ഇങ്ങനെ വരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. -2 വരും. -2ൻ്റെ സ്ക്വയർ എന്താ 4. 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എഗെയിൻ യു വിൽ ഗെറ്റ് 2. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 2 ആണ് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ. കണ്ടോ, ലെങ്തി ആയിട്ടുള്ളതാണ്, പക്ഷേ ഉത്തരം എഴുതുന്ന സമയത്ത് അത് വളരെ ചെറുതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദ റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ p + 2i / p - i ഈസ് 1/2, റിയൽ പാർട്ട് 1/2 ആണെങ്കിൽ പിയുടെ വാല്യൂ എന്ത്? ഇത് നമ്മൾ നേരത്തെ ചെയ്തതുമായിട്ട് ആ ഒരു മോഡൽ തന്നെയാണ്. നേരത്തെ പ്യുവർലി ഇമേജിനറി എന്ന് പറഞ്ഞു, അപ്പോൾ റിയൽ പാർട്ട് 0 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ p + 2i / p - i അല്ലേ. നമ്മൾ ചെയ്തതുപോലെ തന്നെ നിങ്ങളതിൻ്റെ താഴെയുള്ളതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മുകളിൽ p × p p² എന്ന് വരും, p × i pi എന്ന് വരും. ഓക്കെ, 2i × p 2pi എന്ന് വരും. ഓക്കെ, 2i × i 2i² ആയിരിക്കും അല്ലേ. അപ്പോൾ 2i² ഓൾ ഡിവൈഡഡ് ബൈ താഴെ p² - i² എന്ന് വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ വരിക, i² - 1. അപ്പോൾ -2 വരും. അപ്പോൾ p² - 2 ആണ് 1. റെഡി. പിന്നെ അടുത്തത് പിന്നെ വരിക ഒരു പി ഐയും 2 pi 3 pi എന്ന് പറഞ്ഞു വരും. ഇത് വേണേൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യട്ടോ. താഴെയുള്ളത് p² - i². i² എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ p² + 1 എന്ന് പറഞ്ഞു വരും. p² + 1. അപ്പോൾ രണ്ട് ഭാഗത്തും p² + 1. നിങ്ങളിതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? റിയൽ പാർട്ട് 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റിയൽ പാർട്ട്, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് 1/2 ആണ്. ഇതിൻ്റെ റിയൽ പാർട്ട് ആക്ച്വലി p² - 2 ഡിവൈഡഡ് ബൈ p² + 1 ആണ്. അതാണ് 1/2. ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്തോ. 2 × p² - 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 × p² + 1. റെഡി. 2p² - 2 × 2 4 വിച്ച് ഈസ് ഈക്വൽ ടു p² + 1 എന്ന് വരും. ഇതിങ്ങോട്ട് വാ. അപ്പോൾ 2p² - p² ഈസ് ഈക്വൽ ടു -4 അങ്ങോട്ട് പോയാൽ 1 + 4 5 എന്ന് വരും. അതായത് p² ഈസ് ഈക്വൽ ടു 5 ആണ്. p² 5 ആണെങ്കിൽ നോക്ക്, p² 5 ആണെങ്കിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് √5 ആണ്. ±√5 എന്ന് എഴുതാം, ±√5 എന്ന് എഴുതാം. അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ p > 0 എന്ന് പ്രത്യേകം പറഞ്ഞുള്ളത് കൊണ്ട് -√5 എടുക്കേണ്ട കാര്യമില്ല. സോ പിയുടെ വാല്യൂ നിങ്ങൾ എന്തുമാത്രം എഴുതുക, √5 മാത്രം എടുക്കുക. √5 -√5 ചിലപ്പോൾ ഓപ്ഷനിലുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് > 0 ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ √5 മാത്രമേ എടുക്കാൻ പറ്റൂ. അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ നല്ലതുപോലെ വരും, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത നോക്ക്. കോംപ്ലക്സ് നമ്പർ 2 + i / λ + i lies on the line y = x of the ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ദെൻ ദ വാല്യൂ ഓഫ് λ ഈസ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങളുടെ ഈ കോംപ്ലക്സ് പ്ലെയിനിൽ നിങ്ങൾ ഈ കോംപ്ലക്സ് നമ്പർ എടുത്തിട്ട് അത് നമ്മൾ എടുക്കുന്ന സമയത്ത് y = x എന്ന് പറയുന്ന ലൈനിലാണുള്ളത്. y = x എന്ന് പറയുന്ന ലൈൻ ഇതല്ലേ, ഐഡൻറ്റിറ്റി ഫംഗ്ഷനെയാണ് നമ്മൾ y = x എന്ന് പറയുക. അപ്പോൾ ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും x കോർഡിനേറ്റും y കോർഡിനേറ്റും സെയിമാണ്. ഇപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പർ x + iy എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നോക്ക്, ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ x, y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൽ എക്സും വൈയും സെയിം ആണ്, അത് അവിടെ നിൽക്കട്ടെ. x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് x, y എന്ന് പറയുന്ന ആ പോയിന്റ്. റെഡി. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ ആ ഇതിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ λ + i അല്ലേ, കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് a + ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. 2λ - 2i + λi -i² എന്ന് പറയുമ്പോൾ i × i, i² എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ ഇവിടെ λ² - i² എന്ന് പറഞ്ഞാൽ -1 തന്നെ അല്ലേ. അപ്പോൾ ഒന്നുകൂടി നന്നാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ 2λ + 1 താഴെ i² -1 ആണ്. അപ്പോൾ λ² മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ λ² + 1. പിന്നെ ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി നമ്മൾ i കോമൺ എടുക്കും. അപ്പോൾ i കോമൺ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, λi കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, +i × λ - 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ λ² + 1. സ്പ്ലിറ്റ് ചെയ്തത് ഓക്കെ അല്ലേ. സ്റ്റെപ്പുകൾ കുറയ്ക്കണം. എത്രയും സിമ്പിളാക്കി എഴുതാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കിയിട്ട് എഴുതുക. സ്റ്റെപ്പുകൾ കുറച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ എന്താ നോക്കും, കറക്റ്റ് അല്ലേ. i കോമൺ എടുത്തു, -2 + λ ആണ്, അത് λ - 2 എന്ന് എഴുതിയാലും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇത് xy എന്ന് പറയുന്ന കോംപ്ലക്സ് പ്ലെയിനിലായതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ എക്സും വൈയും ഈക്വൽ ആണെന്നാ. കോംപ്ലക്സ് പ്ലെയിനിൽ x = y എന്ന് പറയുന്ന ലൈനിലാണ്. അപ്പോൾ x കോർഡിനേറ്റും y കോർഡിനേറ്റും ഈക്വൽ. x എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ആയിരിക്കും y.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടുത്തെ റിയൽ പാർട്ട് അതാണല്ലോ എക്സ് കോർഡിനേറ്റ്, ഇമേജിനറി പാർട്ട് അതാണല്ലോ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ വൈ കോർഡിനേറ്റ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 ലാംഡ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 1ഉം അതേപോലെ തന്നെ ലാംഡ മൈനസ് 2 ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വലാണ്. രണ്ട് ഭാഗത്തും ഡിനോമിനേറ്ററിൽ ലാംഡ സ്ക്വയർ പ്ലസ് 1 കട്ട്. ഈ ലാംഡ ഇങ്ങോട്ട് വന്നാൽ 2 ലാംഡ മൈനസ് ലാംഡ ഈക്വൽ ടു -2 പ്ലസ് 1 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി -1 ആവും. അപ്പോൾ 2 ലാംഡ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആകെ 5-6 ചോദ്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് വിചാരിച്ച് ഇത് മാത്രമാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി നിങ്ങൾ ഐഡിയ വെച്ച് ചെയ്യേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് അത്രമാത്രം. സോ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.